ഡേ 9 ഓഫ് റമദാൻ സീരീസ്. അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ നോക്കിയാലോ. അങ്ങനെ മാഷാല്ലാ രാവിലെ തന്നെ എണീച്ച് സുബിയൊക്കെ നിസ്കരിച്ച് ഒന്ന് ഹാപ്പിയായി. അങ്ങനെ വീണ്ടും ഒന്ന് ഉറങ്ങി എണീച്ച് ആ വൈകുന്നേര ടൈമിൽ ചെറിയൊരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ഉണ്ടായി. അതെന്ന് വെച്ചാൽ ചെറിയ നമുക്ക് എന്താ പറയുക, ഒരു പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ ഉണ്ടായി. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സോ ഗൈസ്, നമ്മുടെ ബുർജിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു കിഡിലൻ ഷോപ്പ് ഉണ്ട്, മെഹസ പെർഫ്യൂം. അപ്പോൾ ആ ഷോപ്പിൽ പലതരം ഐറ്റം പെർഫ്യൂം ഉണ്ട്. അപ്പോൾ അവിടുത്തെ പെർഫ്യൂമിനെ കുറിച്ച് കളക്ഷൻ അങ്ങനെ ചോദിച്ചു നോക്കാം. പറഞ്ഞോ. നമ്മുടെ അടുത്ത് കളക്ഷനായിട്ട് വുഡി ഐറ്റംസ് ഉണ്ട്, ഫ്ലോറൽ ഐറ്റംസ് ഉണ്ട്, ഫ്രഷ് ഐറ്റംസ്, അങ്ങനെ ലേഡീസിന് ജെൻസിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 200ഓളം ഐറ്റംസ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അപ്പൊ ഇവർ പറഞ്ഞതെന്ന് വെച്ചാല് ഡ്യൂപ്ലിക്കേറ്റ് ഒറ്റ ഐറ്റം ഇവിടെ ഇല്ല, ഫുള്ള് പുറത്തത്തെ അല്ലേ, ഫുൾ ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി ഓയിൽസ് ഉപയോഗിച്ച്. അപ്പൊ ഈ പെർഫ്യൂമിന്റെ ഒറിജിനൽ വീഡിയോ നാളെയോ മറ്റന്നായോ ഇറങ്ങും. ചെറിയൊരു ഭാഗം ഇട്ടുന്നതിലും അങ്ങനെ ആ ഷൂട്ടിനെ കഴിഞ്ഞ ഒരു പെർഫ്യൂം ഒക്കെ തന്നിട്ടുണ്ടായി. ആ പെർഫ്യൂം എടുത്ത് നേരെ നമ്മൾ ബസ് കയറി പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ തിരിച്ച സമയത്ത് ഒളോറിയിൽ നിന്ന് കുറച്ച് നമ്മളെ ഫാൻസ് ഉണ്ടായി, സിനാന്, മുഹമ്മദ്, അങ്ങനെ കുറച്ച് ഫാൻസ്. അങ്ങനെ അവരെല്ലാം കണ്ട് എൻ്റെ പെർഫ്യൂമെല്ലാം കൊടുത്ത് അവർക്ക് ഒന്ന് സ്മെല് ചെയ്യാൻ കൊടുത്തു. അവർ പറഞ്ഞ് കിഡിലെ സാധനം മെഹസ പെർഫ്യൂമത്തെ പെർഫ്യൂമില്ലേ, കിഡിലെ ഐറ്റംസ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും വാങ്ങുന്നെല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് മാഷാല്ലാ ശരിക്കും ഞാൻ നെട്ടി. എന്തെല്ലാം ഐറ്റം എന്നറിയാം, കായയുടെ കരിയപ്പം, പിസ്സ ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ടായിട്ട് ഏകദേശം വെറൈറ്റി ഐറ്റംസ് മാഷാല്ലാ ഇപ്രാവശ്യം നമുക്ക് നോമ്പറിക്കാനെല്ലാം ഉണ്ടായി. ഇൻഷാല്ലാ അങ്ങനെ 9ാമത്തെ നോമ്പും പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.